ആളുകൾ സലാമിനെ വർദ്ധിപ്പിക്കുക. നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കുറഞ്ഞൊരു സംഗതിയല്ലേ സഹോദരങ്ങളെ സലാമ്. അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബാ. നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോ ആരും ആ വീട്ടിലില്ലെങ്കിലും ഒരു സലാം ചൊല്ലിയേക്കണേ. ആരും ആ വീട്ടിലില്ല, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ചാവിയും തുറന്ന് അങ്ങ് കയറുകയാണ്, എന്നാലും ചൊല്ലിയേക്കണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് വലിയ ബറക്കത്തിന് കാരണമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ, മദ്രസയിലേക്ക് പോകുന്നവർ, തിരിച്ചു വരുന്നവർ സലാം പറഞ്ഞിട്ട് പോകാൻ പറയണം, സലാം പറഞ്ഞിട്ട് വന്ന് കയറണം. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ അങ്ങനെയാ വേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ സലാം പറയാതെ തങ്ങൾ വരുന്ന ഒരു സന്ദർഭം ഇല്ല എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. തങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് തങ്ങൾ വീട്ടിൽ നിന്ന് പോയത്, എന്നാലും ജമാഅത്തിന് നേതൃത്വം നൽകി തിരിച്ചു വരുമ്പോ വീണ്ടും തങ്ങൾ സലാം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത്. മിണ്ടാതെ അങ്ങ് വന്ന് കേറാറില്ല. സലാം പറയണം, അത് വലിയ ബറക്കത്തിന് കാരണമാണ്. നമ്മളൊക്കെ ആ മാർഗങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ റൂട്ട് അവര് ബറക്കത്തിന് കാരണമാക്കി എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കണം. എന്നാൽ അല്ലാഹു തആല നമുക്ക് വലിയ